അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നേരത്തെ എഴുതി കാണിച്ച പോലെ തന്നെ ഇത് കുറച്ചധികം പഴക്കമുള്ള വീഡിയോ ആണ് കേട്ടോ. എന്തോ എഡിറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മടി കാരണം ഇത് അങ്ങേ കിടക്കുമായിരുന്നു, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളുടെ ആ ഒരു നല്ല ശീലം ഒന്നും കൂടെ റീസ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രാമ്പു ഇട്ടിട്ടുള്ള വെള്ളമാണ് കേട്ടോ. ഇങ്ങനെ വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു സാധനം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ കുടിക്കരുത്. ഡെയിലി ഐറ്റംസൊക്കെ മാറ്റുക. ഗ്രാമ്പു ഇടാം, സിനമൻ്റെ സ്റ്റിക്ക് ഇടാം, പിന്നെ നമ്മൾക്ക് ഉലുവ ഇടാം, ജീരകം ഇടാം, ഇഞ്ചി ഇടാം, അങ്ങനെ എല്ലാ സാധനങ്ങളും ഈ ഐറ്റംസൊക്കെ വെച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. പക്ഷേ ഒരു സാധനം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കരുത്, അത് നല്ല രീതിക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഏട്ടന് നൈറ്റ് ഷിഫ്റ്റ് ആണ്, പക്ഷെ തലേന്ന് മോർണിംഗ് ആയിരുന്നു. ഒരു സെക്കൻഡ്, ഈ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ അടുക്കളയിൽ ഇതുപോലെ കുറേ വൈകല്യങ്ങളൊക്കെ ഉള്ള പാത്രങ്ങളുണ്ട്. വേറെ പ്രശ്നമൊന്നും പാത്രത്തിനില്ല, പക്ഷെ അതിൻ്റെ കാലും കൈയൊക്കെ ഒടിഞ്ഞിരിക്കുന്നതാണ്. നമ്മുടെ അടുത്ത് സ്ക്രൂ ഡ്രൈവറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ശരിയാക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ പറഞ്ഞ പോലെ ഇന്ന് നൈറ്റ് ഇന്നലെ മോർണിംഗ് ആയതുകൊണ്ട് നമുക്ക് നിറയെ സമയമുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഉണ്ടായിരിക്കുമോ. അപ്പോൾ ഇത് നമുക്ക് ദോശയാണ് കേട്ടോ, ദേശീയ ഭക്ഷണം, എളുപ്പമാണല്ലോ. അപ്പോൾ ദോശയും ചമ്മന്തി, ഇത് ചമ്മന്തിയൊക്കെ സിമ്പിളാക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു പച്ചമുളക് മാത്രം തേങ്ങയിലിട്ട് അരച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാറ്റർ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഞാനൊരു വീഡിയോ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ കടയിൽ ഉഴുന്നുണ്ട്, പക്ഷേ നാട്ടിൽ കിട്ടുന്ന ഉഴുന്നുമായിട്ട് കാഴ്ചയിൽ യാതൊരു ബന്ധമില്ല. പക്ഷെ അവർ പറയുന്നുണ്ട് ദോശയ്ക്കുള്ള ഉഴുന്നാണെന്ന്, പക്ഷെ എനിക്ക് എന്തോ വിശ്വാസം വരാത്തത് കൊണ്ട് ഞാനത് വാങ്ങിക്കാറില്ല. പിന്നെ കരാമ ആ ഒരു ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ, അങ്ങനത്തെ എപ്പോഴെങ്കിലും പോകുമ്പോൾ വാങ്ങിക്കണം. ഈ ഒരു സാധനം കുറച്ച് ദിവസമായിട്ട് ഇയാൾ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. ഇതുള്ളതുകൊണ്ട് എനിക്ക് ജനൽ തുറക്കാൻ പറ്റണില്ല. ഇവൻ്റെ നിന്നൊക്കെ ഒരു കുത്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്ന്. നാട്ടിൽ വെച്ചിട്ട് എനിക്കൊരു കുത്ത് കിട്ടിയ എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പോൾ ഇതേ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു പാക്കറ്റ് വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 പേർക്ക് 2 ദിവസത്തേക്ക് നമുക്ക് ഉണ്ടായിരിക്കും കേട്ടോ. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1-2 ദോശയ്ക്ക് നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം ഏകദേശം ഒരു 3 ദിവസത്തേക്ക് നമുക്ക് സംഭവം കിട്ടും. അങ്ങനെ ഇത് നേരത്തെ പറഞ്ഞ പോലെ കുറച്ചധികം സമയമുള്ളതുകൊണ്ട് ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞിട്ട് പതിയെ ചായ കുടിച്ചിട്ടാണ് കേട്ടോ അടുത്ത പണിയിലോട്ടേക്ക് കിടക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ കുറച്ച് മുരിങ്ങയില വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് കറി വയ്ക്കുന്നത്. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുമ്പം ഇതിൻ്റെ ഷോർട്സൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടെങ്കിൽ സെയിം വീഡിയോ തന്നെ അല്ലെന്ന് നിങ്ങൾക്ക് തോന്നും കേട്ടോ. ഏകദേശം സെയിം ആണ്. ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ അതിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ ഞാൻ മുരിങ്ങയിലയൊക്കെ കിള്ളിയിട്ട് അതൊന്ന് കഴുകി വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ വെളുത്തുള്ളിയൊക്കെ നന്നാക്കുന്നത് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ചാറായിട്ട് നമ്മൾ രസമാണ് കേട്ടോ വയ്ക്കുന്നത്. രസം ഞാനൊരു എക്സ്പേർട്ടൊന്നുമല്ല, കാരണം നമ്മൾ വല്ലപ്പോഴൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം വീട്ടിലുണ്ടാക്കാറുള്ളത്. പിന്നെ ഓണത്തിനൊക്കെ നമ്മൾ സദ്യക്ക് കമ്പൽസറി ആയിട്ട് രസം ഉണ്ടാക്കാറുണ്ട്. അല്ലാതെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഒരു വീഡിയോസ് കാണുമ്പോഴൊക്കെയാണ് കേട്ടോ ഇതേപ്പറ്റി ഓർത്തിട്ട് ചെയ്യുന്നത്. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇതുപോലെയാണ്. ഒരു പാൻ വെച്ചിട്ട് നമ്മൾ നല്ല ജീരകവും അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും കൂടെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളുടെ ഉലുവയുടെ കട്ടയും കൂടെ, പൊടിയാണെങ്കിൽ ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല, എനിക്ക് കട്ടയാണ്, അപ്പോൾ കുറച്ച് കട്ട പൊടിച്ചതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിനുള്ളിലേക്ക് പൊടികൾ ആഡ് ചെയ്യുക. പൊടികൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ചൂടാറട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ മുരിങ്ങയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അരപ്പെടുക്കുന്നുണ്ട്. നമ്മൾ തേങ്ങയിട്ടു, ഒരു കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എന്നിട്ട് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ ചീര ഉണ്ടാക്കില്ലേ, ഞാൻ ചീര ഉണ്ടാക്കുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ് മുരിങ്ങയില ഇടാറുള്ളത്. പിന്നെ മുരിങ്ങയിലയിലോട്ടേക്ക് നമ്മൾ തേങ്ങേൻ്റെ മിക്സ് ഇട്ടിട്ട് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കടുക് താളിച്ചിട്ട് അങ്ങ് ഇതിട്ട് തട്ടിപ്പൂത്തി അങ്ങ് വെക്കാം. എങ്ങനെയാണോ ചീര വെക്കുന്നത് അതേപോലെ തന്നെ. വീട്ടിലൊക്കെ പണ്ട് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ നമ്മൾ ആ ഒരു കയ്പ്പ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മുട്ടയും കൂടെ ആഡ് ചെയ്ത് ചേർക്കാറുണ്ട്. പക്ഷേ ഇപ്പം എന്തോ അങ്ങനെ ചേർക്കാറില്ല. പിന്നെ ഇതിൻ്റെ ഔഷധ ഗുണം കൂടിയിട്ടാണോ കുറഞ്ഞിട്ടാണോ എന്നറിയില്ല. നാട്ടിൽ നമ്മൾ മുരിങ്ങയില കഴിക്കുന്ന അത്ര കയ്പ്പ് ഇതിനെ തോന്നാറില്ല. പിന്നെ ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ എവിടെ നോക്കിയാലും നമ്മൾക്ക് ഈ ഒരു സാധനം കാണാൻ വേണ്ടി പറ്റും. ആര്യവേപ്പും മുരിങ്ങയിലയുടെ മരമൊക്കെ നിറയുണ്ട്. നമ്മളിവിടെ മറ്റേ പെറ്റ് മാർക്കറ്റിലിടയ്ക്ക് പോവാറില്ലേ, അവിടെ ഇനി പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. മുരിങ്ങയൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അത് ഉണങ്ങി പോയി, ആരും എടുക്കില്ല എന്ന് തോന്നുന്നത്. ഇങ്ങനെ ഇവിടെ നിറയുണ്ട് ഈ ഒരു സംഭവം. അപ്പോൾ ഇതേ നമ്മളുടെ അരപ്പ് ഒന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് അതൊന്ന് അരച്ചെടുക്കാം.
ഇനി നമ്മൾക്ക് നമ്മുടെ രസത്തിൻ്റെ പരിപാടിയിലോട്ട് കിടക്കാം. ഇത് പ്രോപ്പറായിട്ടുള്ള വെയ്യൊന്നും ആയിരിക്കില്ല, ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പച്ചമുളകും ഒന്ന് ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ ഓൾറെഡി നമ്മൾ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പൗഡറും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി സെറ്റ് ചെയ്യാം. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് പുളി പിഴിഞ്ഞത്, ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞതും കൂടെ ഒന്ന് ആഡ് ചെയ്യുക. ഉപ്പൊക്കെ നോക്കുക. പിന്നെ കുറച്ച് തക്കാളി ഒന്നിട്ടിട്ട് അടച്ചു വെച്ചിട്ട് സെറ്റാക്കി വേവിക്കുക. മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം, അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ മല്ലിയില ഉണ്ടായിരുന്നില്ല. അത്രയേ ഉള്ളൂ, രസം റെഡി. അപ്പോൾ ഓൾറെഡി ഞാൻ തലേ ദിവസം കുറച്ച് ചോറ് വെച്ചത് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കുക്കറിൽ തന്നെ ഇരിക്കണ്ടായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് നമുക്ക് 2 പേർക്കും കൂടെ തികയുന്ന അത്രയും അളവിൽ ചോറ് അതിൽ കാണും എന്നാണ്. പക്ഷേ തിളപ്പിച്ച് ഊറ്റിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരാൾക്ക് പോലും തികച്ച് കഴിക്കാനുള്ള ചോറ് അതിലില്ല. പിന്നെ വേഗം ഇത് അത്രയും ചോറേ ഉള്ളൂ. പിന്നെ വേഗം ഞാൻ കുറച്ച് ഗോതമ്പ് ദോശ ചുട്ടെടുത്തു. അതാകുമ്പോൾ എളുപ്പമാണല്ലോ. അപ്പം അങ്ങനെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ചോറ്, ഗോതമ്പ് ദോശ, രസം, അതുപോലെ തന്നെ നമ്മളുടെ മുരിങ്ങയിലയുടെ തോരനുണ്ട്, അച്ചാറുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും, 5 മണിയല്ല 4:50 ആയപ്പോഴത്തേക്കും ഏട്ടൻ ജോലിക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം വെളുപ്പിനാ വരുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് പേര് റെസ്റ്റൊക്കെ എടുത്തിട്ട് എൻ്റെ പണിയിലോട്ട് കിടക്കും. ക്ലീനിങ്, കുക്കിങ്, എഡിറ്റിങ്, അങ്ങനെ എൻ്റെ വർക്ക്, അങ്ങനത്തെ പരിപാടിയിലോട്ടൊക്കെ കിടക്കും. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. അതേപോലെ ഞാൻ വെറുപ്പിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ.